പ്രവാസ ലോകത്തെത്തിയ ഏതൊരു മലയാളിയോടും അവിടെ ഏറ്റവും വലിയ സാമ്പത്തിക തലവേദന എന്താണെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം പേരും ഒറ്റവാക്കിൽ ഉത്തരം നൽകും: വീട്ടുവാടക. മാസാവസാനം ലഭിക്കുന്ന ശമ്പളത്തിൽ നിന്ന് ദൈനംദിന ചെലവുകൾ കഴിച്ച് മിച്ചം പിടിക്കുന്ന തുക അത്രയും പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകളുടെ രൂപത്തിൽ ഒറ്റയടിക്ക് വീട്ടുടമസ്ഥന്റെ അക്കൗണ്ടിലേക്ക് എത്തുമ്പോൾ പല കുടുംബങ്ങളുടെയും സാമ്പത്തിക അടിത്തറയാണ് ഉലഞ്ഞു പോകുന്നത്. വർഷത്തിൽ 1-2 അല്ലെങ്കിൽ പരമാവധി 4 ചെക്കുകളായി വാടക നൽകേണ്ടി വരുന്ന പരമ്പരാഗത രീതി പ്രവാസികൾക്കുണ്ടാക്കുന്ന സാമ്പത്തിക സാന്ദ്രത ചെറുതൊന്നുമല്ല. എന്നാൽ ഈ പതിറ്റാണ്ടുകൾ പഴകിയ രീതിക്ക് മനോഹരമായ ഒരു വിരാമമിടാൻ ഒരുങ്ങുകയാണ് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് അഥവാ DLD പ്രാദേശിക ബാങ്കുകളുമായി കൈകോർത്ത് അവതരിപ്പിക്കുന്ന റെന്റ് നൗ പേ ലേറ്റർ അഥവാ ഇപ്പോൾ താമസിക്കാം പിന്നീട് വാടക നൽകാം എന്ന വിപ്ലവകരമായ പദ്ധതി പ്രവാസി സമൂഹത്തിന് വലിയൊരു അനുഗ്രഹമാകാൻ പോകുകയാണ്. വരും മാസങ്ങളിൽ ഔദ്യോഗികമായി പ്രവർത്തനക്ഷമമാകുന്ന ഈ സംവിധാനത്തിലൂടെ വാടകക്കാർക്ക് അവരുടെ വാർഷിക വാടക തുക പലിശരഹിത EMI അടിസ്ഥാനത്തിൽ 12 മാസങ്ങളായി തിരിച്ചടയ്ക്കാനുള്ള സൗകര്യം ലഭിക്കും. റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ ഇത്തരമൊരു സംയോജിത സംവിധാനം ഔദ്യോഗികമായി നടപ്പിലാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ നഗരമായി ഇതോടെ ദുബായ് മാറും. എന്താണ് ഈ റെന്റ് നൗ പേ ലേറ്റർ പദ്ധതി? നോക്കാം നമുക്ക്. ഇതുവരെ നിലനിന്നിരുന്ന സിസ്റ്റത്തിൽ ഒരു വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ 1 ലക്ഷം ദിർഹമാണ് വാർഷിക വാടകയെങ്കിൽ 1-2 വലിയ ചെക്കുകളിലൂടെ തുക കൈമാറേണ്ടതുണ്ടായിരുന്നു. ഇതിനായി വലിയൊരു തുക മുൻകൂറായി കയ്യിൽ കരുതുകയോ സമ്പാദ്യം വിറ്റഴിക്കുകയോ ചെയ്യേണ്ടി വരുമായിരുന്നു. എന്നാൽ പുതിയ പദ്ധതി പ്രകാരം ഈ പ്രതിസന്ധി പൂർണ്ണമായും ഒഴിവാകുന്നു. നിങ്ങൾ അനുയോജ്യമായ ഒരു വാടക വീട് തിരഞ്ഞെടുക്കുമ്പോൾ DLD പങ്കാളിത്തമുള്ള ബാങ്ക് വീട്ടുടമസ്ഥന് 1 വർഷത്തെ മുഴുവൻ വാടക തുക മുൻകൂറായി ഒറ്റത്തവണയായി നൽകും. തങ്ങളുടെ വാടക കുടിശ്ശികയാകുമോ അല്ലെങ്കിൽ ചെക്ക് മടങ്ങുമോ എന്ന ഭയമില്ലാതെ വീട്ടുടമസ്ഥന് വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ മുഴുവൻ തുകയും ലഭിക്കുന്നു. അതേസമയം വാടകക്കാരൻ ഈ തുക ബാങ്കിലേക്ക് 12 തുല്യ ഗഡുക്കളായി മാസം തോറും അടച്ചു തീർത്താൽ മതിയാകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാങ്ക് ഇതിനായി യാതൊരുവിധ പലിശയും ഈടാക്കുന്നില്ല എന്നതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി ദുബായിയുടെ സാമ്പത്തിക രംഗത്ത് വൻപിച്ച മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഈ വർഷം ജൂൺ 23-ന് DLD അവതരിപ്പിച്ച ഫ്ലെക്സി റെന്റ് പദ്ധതിയുടെ അടുത്ത ഘട്ടമാണ് ഈ പുതിയ മാറ്റം. ദയാർ വാസിൽ പോലെയുള്ള മുൻനിര റിയൽ എസ്റ്റേറ്റ് ഭീമന്മാരുമായി സഹകരിച്ച് വാടക 3 മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ നൽകാൻ ഫ്ലെക്സി റെന്റ് വഴി സൗകര്യമൊരുക്കിയിരുന്നു. എന്നാൽ ബാങ്കിംഗ് മേഖലയെ കൂടി ഇതിലേക്ക് സംയോജിപ്പിച്ചുകൊണ്ട് പലിശരഹിത വായ്പയുടെ രൂപത്തിൽ വാടക ക്രമീകരിക്കുന്നത് സാധാരണക്കാരായ വാടകക്കാർക്ക് നൽകുന്ന സ്വാതന്ത്ര്യം വളരെ വലുതാണ്. കൂടാതെ UAE ഏറ്റവും വലിയ പ്രോപ്പർട്ടി പോർട്ടലായ പ്രോപ്പർട്ടി ഫൈൻഡറും പ്രമുഖ ഫിൻടെക് കമ്പനിയായ കീപ്പറും സഹകരിച്ച് വാടക ഡിജിറ്റലായി ഡയറക്റ്റ് ഡെബിറ്റ് വഴിയോ ക്രെഡിറ്റ് കാർഡ് വഴിയോ അടയ്ക്കാനുള്ള സൗകര്യങ്ങൾ വിപണിയിൽ ഇതിനകം ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട്. ചെക്ക് എഴുതി നൽകുന്നതിലെ പിഴവുകൾ, ചെക്ക് മടങ്ങുമ്പോൾ ഉണ്ടാകുന്ന നിയമപരമായ പ്രശ്നങ്ങൾ എന്നിവ ഒഴിവാക്കാൻ ഈ ഡിജിറ്റൽ യുഗം വഴി സാധിക്കുന്നു. ഈ പദ്ധതി നടപ്പിലാകുന്നതോടെ ദുബായിലെ പ്രവാസി ജീവിതത്തിൽ കാതലായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഒന്നാമതായി ലിക്വിഡിറ്റി അഥവാ കയ്യിലുള്ള പണത്തിന്റെ ലഭ്യത വർദ്ധിക്കും എന്നതാണ്. പുതുതായി ദുബായിൽ ജോലി തേടിയെത്തുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരു കുടുംബത്തിന് വീടെടുക്കുമ്പോൾ മുൻകൂറായി നൽകേണ്ടി വരുന്ന ഭീമമായ തുക ഇനി ആലോചിച്ച് തലപൊക്കേണ്ടി വരില്ല. തങ്ങളുടെ പ്രതിമാസ ശമ്പളത്തിൽ നിന്ന് ചെറിയൊരു ഭാഗം കൃത്യമായി മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് മികച്ച ജീവിത സാഹചര്യങ്ങളുള്ള വീടുകളിലേക്ക് മാറാൻ സാധിക്കും. രണ്ടാമതായി ചെക്ക് ബൗൺസ് ഭീതിയിൽ നിന്നുള്ള മോചനം. മുൻകാലങ്ങളിൽ ചെക്കുകൾ മടങ്ങുന്നത് വലിയ സിവിൽ ക്രിമിനൽ നടപടികളിലേക്ക് വരെ വഴിമാറിയിരുന്നു. ബാങ്ക് മുഖേനയുള്ള ഓട്ടോമേറ്റഡ് ഗഡുക്കളാകുന്നതോടെ ബാങ്കിംഗ് സംവിധാനം കൂടുതൽ സുതാര്യവും ഭാരരഹിതവുമാകും. മൂന്നാമതായി റിയൽ എസ്റ്റേറ്റ് വിപണിയുടെ വളർച്ചയാണ്. വീട്ടുടമസ്ഥർക്ക് മുൻകൂറായി പൂർണ്ണത്തുക ലഭിക്കുന്നതിനാൽ വീടുകൾ ഒഴിച്ചിടാതെ പെട്ടെന്ന് വാടകയ്ക്ക് നൽകാൻ അവർക്ക് സാധിക്കും. ഇത് വിപണിയിലെ ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കും. പദ്ധതി ആകർഷകമാണെങ്കിലും ഇതിന്റെ അന്തിമ നിയമാവലികളും അർഹതാ മാനദണ്ഡങ്ങളും ഔദ്യോഗികമായി പുറത്തു വരുമ്പോൾ വാടകക്കാർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി ബാങ്ക് ഫിനാൻസിംഗ് ആയതുകൊണ്ട് തന്നെ അപേക്ഷകന്റെ ക്രെഡിറ്റ് സ്കോർ, ഇതിഹാദ് ക്രെഡിറ്റ് ബ്യൂറോ റിപ്പോർട്ട്, മാസശമ്പളം, വിസ കാലാവധി തുടങ്ങിയവ ബാങ്കുകൾ പരിശോധിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി വിപണിയിലെ മറ്റ് ടെക് അധിഷ്ഠിത പ്ലാറ്റ്ഫോമുകൾ പ്രോസസിംഗ് ഫീസായോ സർവീസ് ചാർജായോ 4% മുതൽ 5% വരെ തുക ഈടാക്കാറുണ്ട്. DLD അവതരിപ്പിക്കുന്ന പലിശരഹിത ബാങ്കിംഗ് മോഡലിൽ ഇത്തരം ഫീഡർ ചാർജുകൾ ഉണ്ടാകുമോ അതോ തികച്ചും സൗജന്യ സേവനമായിരിക്കുമോ എന്നത് ഔദ്യോഗിക പ്രാബല്യത്തിൽ മാത്രമേ വ്യക്തമാകൂ. എങ്കിലും ഭീമമായ ഒരു തുക ഒറ്റയടിക്ക് കയ്യിൽ നിന്ന് പോകുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ പ്രോസസിംഗ് ഫീസിൽ മാസ തവണകളാക്കി നൽകുന്നത് ഭൂരിഭാഗം ആളുകൾക്കും ആശ്വാസകരമായിരിക്കും. ദുബായിയെ ലോകത്തിലെ ഏറ്റവും മികച്ച നിക്ഷേപ വാസയോഗ്യ നഗരമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച ദുബായ് ഇക്കണോമിക് അജണ്ട D33യുടെയും ദുബായ് റിയൽ എസ്റ്റേറ്റ് സ്ട്രാറ്റജി 2033ന്റെയും ഭാഗമാണ് ഈ പരിഷ്കാരങ്ങൾ. പ്രവാസികളെ താൽക്കാലിക താമസക്കാരായല്ല, മറിച്ച് നഗരത്തിന്റെ നീണ്ടകാല വളർച്ചയിലെ പങ്കാളികളായാണ് ദുബായ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ദൈനംദിന ചെലവുകൾ ലളിതമാക്കുന്ന ഇത്തരം പദ്ധതികൾ കൂടുതൽ പ്രവാസികളെ കുടുംബസമേതം ദുബായിലേക്ക് ആകർഷിക്കും. ചുരുക്കത്തിൽ റെന്റ് നൗ പേ ലേറ്റർ എന്നത് കേവലം ഒരു ബാങ്കിംഗ് പദ്ധതിയല്ല, മറിച്ച്
ആയിരക്കണക്കിന് സാധാരണ പ്രവാസി കുടുംബങ്ങളുടെ മനസ്സിന് ശാന്തി നൽകുന്ന ഒരു സാമൂഹിക സാമ്പത്തിക സുരക്ഷാ കവചമാണ്. വരും ദിവസങ്ങളിൽ ബാങ്കുകളും ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റും പദ്ധതിയുടെ അന്തിമ രേഖ സമർപ്പിക്കുന്നതോടെ പ്രവാസി മലയാളികളുടെ ദുബായിലെ വീട്ടുവാടക ആശങ്കകൾക്ക് എന്നേക്കുമായി വിരാമമാകും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.